കഴിഞ്ഞ വീക്കിലാണ് ആപ്പിൾ iOS 18 ഒഫീഷ്യലി നമ്മളെല്ലാം ഡിവൈസുകളിലേക്ക് റിലീസ് ചെയ്ത് നമ്മളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 8 ദിവസത്തിലധികമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അതോടൊപ്പം നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകളും എസ്പെഷ്യലി ബഗ്ഗുകൾ, അതിനുള്ള സൊല്യൂഷൻസ് ആൻഡ് iOS 18 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം എല്ലാവർക്കും ഉണ്ടായ ഒരു കൺസേൺ ആണ് പാർട്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ ഡിവൈസിൽ ലോക്കായി പോവോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കാതായി പോവോ, ഇതോടൊപ്പം തന്നെ ബാറ്ററി പെർഫോമൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ iOS 18 ഈ ഒരു ഫോളോ അപ്പ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ 15 Pro ലേറ്റസ്റ്റ് ഡിവൈസ് ആണ്, അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്ര വലിയ കൺസേൺസ് ഇല്ല. 14 Proയിലേക്ക് വരുമ്പോഴും എനിക്ക് അത്ര മേജറായിട്ടുള്ള സ്റ്റട്ടറിങ്ങോ ഹിക്കപ്പോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂസേജിൽ. അതുപോലെ 10S കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രോ സീരീസ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് വളരെ ലോവർ ആൻഡ് ഓൾഡർ ഡിവൈസിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി 10S 11 പോലുള്ള ഡിവൈസുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു 60 ഹെർട്സിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ലാഗ് നമ്മുടെ കുഴപ്പമാണ്. അത് ഒരിക്കലും ഡിവൈസിൻ്റെ ബഗ്ഗാണെന്നോ അല്ലെങ്കിൽ ഇഷ്യൂ ആണെന്നോ പറയാൻ സാധിക്കില്ല. കാരണം 120 ഹെർട്സ് നമ്മൾ യൂസ് ചെയ്ത് ഫെമിലിയർ ആയതിനു ശേഷം ഈ ഒരു 60 ഹെർട്സിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിങ്സ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ സെറ്റിങ്സിലേക്ക് പോകുന്ന കാര്യത്തിലായാലും ക്യാമറ ഓപ്പൺ ചെയ്ത് വരുന്ന കാര്യത്തിലായാലും ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ വലിയ ലാഗുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ആയിട്ടില്ല. ഈ 10S കിട്ടാവുന്നതിൻ്റെ പരമാവധി ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാറ്ററി ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു 10S വന്നപ്പോൾ ബാറ്ററി ചാർജ് ആകുന്നതിൽ ഒരു ഡിലേ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുപോലെ 14 15 Proയിലും ബാറ്ററി ചാർജിങ്ങിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലോ എനിക്ക് അത്ര ലാഗോ അല്ലെങ്കിൽ ബാക്കപ്പ് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. iOS 17 അപ്ഡേറ്റുകളെക്കാൾ ബാക്കപ്പ് കൂടിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അതോടൊപ്പം പല യൂസേഴ്സും മെൻഷൻ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. ബാക്കപ്പ് അവർക്ക് iOS 17 ബെറ്റർ ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ലഭിക്കുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് മറ്റു യൂസേഴ്സിൻ്റെ കയ്യിലും എനിക്ക് ലഭിച്ചത്. ഇപ്പോൾ പെർഫോമൻസ് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ അതിനെന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്തത്. സോ നമുക്കിങ്ങനെ താഴത്തേക്ക് ഡൗൺ ചെയ്താൽ സ്ക്രോൾ ചെയ്താൽ നമുക്ക് അപ്ഡേറ്റ്സ് മേളിൽ റീഫ്രഷ് ആണെന്ന് കാണാൻ സാധിക്കും. ഓരോ OS അപ്ഡേറ്റ് വരുമ്പോഴും ഇതുപോലത്തെ ചേഞ്ചസ് വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസും കൂടെ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഗ്ഗുകളൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ പറ്റത്തുള്ളൂ. കാരണം മിക്കവരും ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ അവരുപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോകാറുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുക. മിക്കവർക്കും ചില ആപ്ലിക്കേഷൻസ് ബാങ്കിങ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻസ് തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രാഷ് ആകുന്നു എന്നുള്ളത്. ക്രാഷ് ആകുന്നു മീൻസ് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയോ അപ്പോൾ തന്നെ ക്രാഷ് ആകും അല്ലെങ്കിൽ എക്സിറ്റ് ആയി പോകും. അതുകൊണ്ടാണ് ക്രാഷ് ആകുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ക്രാഷ് ആകുന്നതിൻ്റെ കാര്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ OSുമായിട്ട് ഒപ്റ്റിമൈസ് അല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രാഷിങ് സംഭവിക്കുന്നത്. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ചെയ്തത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ iTunes ഉപയോഗിച്ച് തന്നെയാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ഇൻസ്റ്റലേഷനാണ് ലഭിച്ചിരിക്കുന്നത്. സോ ഇതുവരെ iOS 18 ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ, കാരണം പലരും ഈ ഒരു ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. സോ അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലീൻ ഇൻസ്റ്റലേഷൻ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഇനി മറ്റുള്ള യൂസേഴ്സ് തന്നിട്ടുള്ള അവരുടെ ഫീഡ്ബാക്ക് ആൻഡ് ബഗ്ഗുകളും അതിനുള്ള സൊല്യൂഷൻസുമാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ കാര്യം, മറ്റു പല വീഡിയോസും എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ യൂസേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഷെയർ ചെയ്തൊരു കാര്യമാണ്. iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ, ബാറ്ററി, ക്യാമറ ഇതുപോലുള്ള ഹാർഡ്വെയർ ചേഞ്ച് ചെയ്തവർക്ക് ഡിവൈസ് മൊത്തം ലോക്ക് ആകാൻ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞ് ധാരാളം കമൻറ്റുകളും മെസ്സേജസും ഒക്കെ വന്നു. സോ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? സോ സംഭവം ഇതാണ്, iOS 18 റിപ്പയർ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. സംഭവം നമുക്ക് സ്റ്റോളൺ ഡിവൈസുകൾ, അതായത് നമ്മുടെ ഡിവൈസിന് കംപ്ലയിൻറ്റ് ഉണ്ടായി നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഡിസ്പ്ലേ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ക്യാമറ, അല്ലെങ്കിൽ ബാറ്ററി, അങ്ങനെയുള്ള പാർട്ടുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും തേർഡ് പാർട്ടി ഷോപ്പിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ലോസ്റ്റ് മോഡിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോളൺ ഡിവൈസിൻ്റെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പാർട്ട് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു iOS 18 ഈ ഒരു ഫീച്ചർ കൊണ്ട് ഡിവൈസ് ലോക്ക് ആകാൻ ഉള്ള ചാൻസസ് ഉണ്ട്. കാരണം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ റീപ്ലേസ് ചെയ്ത് മാറ്റി വെച്ച ഒരു പാർട്ട് സ്റ്റോളൻ ചെയ്ത ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ലോസ്റ്റ് മോഡിലായ ഒരു ഡിവൈസിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജെനുവിൻ അല്ലാത്ത പാർട്ടാണ് നിങ്ങൾ ഡിവൈസിൽ റീപ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ നമ്മൾ iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നോർമലി ഫോൺ യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാം. പക്ഷേ സെറ്റിങ്സിൽ എബൌട്ട് ഓപ്ഷനിൽ ഇവിടെ 10S അത് ഞാൻ കൃത്യമായിട്ട് ലൈവായിട്ട് കാണിച്ചു തരാം. സെറ്റിങ്സിൽ ജനറൽസിൽ എബൌട്ട് ഓപ്ഷനിൽ പോയിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പാർട്സ് ആൻഡ് സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ.
സോ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ iOS 18 വന്നപ്പം വന്നേക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബാറ്ററി ഞാൻ ഒറിജിനൽ അല്ല റീപ്ലേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺനോൺ പാർട്ട് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ കോൺഫിഗറേഷൻ അവൈലബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ റീസ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് റിപ്പയർ എന്ന് പറയുന്ന സംഭവം വരും. അതാണ് റിപ്പയർ കോൺഫിഗറേഷൻ. സോ ആ ഒരു മെനുവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് സ്ക്രീനിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും നമ്മളിത് ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അത് കംപ്ലീറ്റ് ചെയ്ത് ഫെയിലായി അതായത് ഒറിജിനൽ പാർട്ട് അല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഫെയിൽ ആവും. അപ്പോൾ അങ്ങനെ ഒരു വാർണിംഗ് നിങ്ങൾക്ക് എബൌട്ട് സെറ്റിംഗ്സിൽ വന്ന് കിടക്കും. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ iOS 18 ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല. ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് iOS 18 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ടോർച്ചിൻ്റെ UI അവർക്ക് ലഭിച്ചില്ല എന്നുള്ള കാര്യം. സോ ഡൈനാമിക് ഐലൻഡ് ഉള്ള ഡിവൈസുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു UI ലഭിക്കത്തുള്ളൂ. മറ്റേതിലെല്ലാം നമുക്ക് നോച്ചാണ് വരുന്നത്, അതുകൊണ്ടാണ് ലഭിക്കാത്തത്. അത്രേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ തീരാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സില്ലി മിസ്റ്റേക്കിലൂടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കോൾ റെക്കോർഡിങ് പോസ് ഓപ്ഷൻ. ക്യാമറ ആപ്ലിക്കേഷൻ വീഡിയോ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോസ് ഓപ്ഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്ന കാര്യം മിക്കവാറും ഈ ഫീച്ചർ ലഭിക്കാത്തവർ iOS 18 പ്രോപ്പർ ഇൻസ്റ്റലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ ലഭിച്ചിട്ടുണ്ടാകും. ഇനി അതല്ല, നിങ്ങൾ ബീറ്റ വെർഷൻ അല്ലെങ്കിൽ RC അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള യൂസേഴ്സിന് ഇത് ലഭിച്ചിട്ടില്ലായിരിക്കാം. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ RC വെർഷനിൽ നിന്ന് നോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ നിന്ന് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ നിന്ന് ബേറ്റാസ് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒറിജിനൽ അപ്ഡേറ്റിലേക്ക് അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ കോൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യം, അത് നിലവിൽ നമുക്ക് iOS 18.1 അപ്ഡേറ്റിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. സോ iOS 18.1 എന്ന് പറയുന്ന അപ്ഡേറ്റ് ഇപ്പം ബെയ്റ്റാലാണുള്ളത്. സോ അടുത്ത മാസം iOS 18.1 അപ്ഡേറ്റ് വരും. അതിലേ നമുക്ക് കോൾ റെക്കോർഡിംഗ് ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻസിൽ iOS 18 അപ്ഡേറ്റ് വീഡിയോയുടെ കമൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ, എസ്പെഷ്യലി iPhone 11, 10s, 12 നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകളുടെയും യൂസേഴ്സ് iOS 18 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉള്ള അവരുടെ ഫീഡ്ബാക്ക്, കൃത്യം ഫീഡ്ബാക്ക്. സോ iOS 18 ഇൻസ്റ്റാൾ ചെയ്തിട്ട് മിക്ക ആളുകൾക്കും അധികം പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കമൻറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായത്. ഇനി ബാറ്ററി ഹീറ്റിംഗ് അങ്ങനെയുള്ള ഇഷ്യൂസിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തൊരു 1-2 ദിവസത്തേക്ക് നമുക്ക് ഇൻഡെക്സിങ് ബാക്ക്ഗ്രൗണ്ടിൽ പല പ്രോസസ്സിംഗ് ഒക്കെ നടക്കും. ഡിവൈസിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കും. എസ്പെഷ്യലി ബാറ്ററി ഹെൽത്ത് ഒക്കെ കാലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കറിയാം സെറ്റിംഗ്സിൽ ഇപ്പം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബാറ്ററി ഓപ്ഷൻസ് ഒക്കെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് അവിടെ കാണാം. 90% ബാറ്ററിയാണ് എൻ്റെ 14 പ്രോയിലുള്ള 15 പ്രോയിലുള്ള. ഇനി 14 പ്രോയിൽ ബാറ്ററി ഹെൽത്ത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 85% ആണ്. ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ ചാർജിങ് എന്ന ഓപ്ഷനിൽ നമുക്ക് ചാർജിങ് ലിമിറ്റ് ഇപ്പം 85-95% വരെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്ന കണ്ടായിരുന്നു, അവരുടെ ഡിവൈസ് 90% വരെ അല്ലെങ്കിൽ 85% വരെ ചാർജ് ആകുന്നുള്ളൂ. അതിൻ്റെ കാര്യം ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ ആ ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് ഓപ്ഷനിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. പിന്നെ ഡിവൈസ് ഹീറ്റ് ആകുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏത് അപ്ഡേറ്റ് ആണെങ്കിലും നമുക്ക് ഇൻഡെക്സിങ് ഉണ്ടാകും. ആ ഇൻഡെക്സിങ് കഴിയാൻ 1-2 ദിവസം എടുക്കും. സോ അതുവരെ ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഡിവൈസ് നോർമലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാകാം, അതുപോലെ തന്നെ ഡിവൈസ് ഹീറ്റ് ആകാം. സോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് 1-2 ദിവസത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷവും നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റിംഗ്സിൽ ജനറൽസ് ഓപ്ഷനിൽ ഏറ്റവും താഴെ പോയാലും റീസെറ്റിനകത്ത് പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസിലെ ഡേറ്റ ഒന്നും നഷ്ടപ്പെടത്തില്ല, സെറ്റിംഗ്സ് മാത്രം റീസെറ്റ് ആകത്തേ ഉള്ളൂ. അത് ചെയ്തതിന് ശേഷം ഒരു ദിവസം കൂടെ ഒന്ന് ടൈം കൊടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഒരു പരിധി വരെ സോൾവ് ആകുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉള്ളവർ. പിന്നെ ഹെൽത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിരം കമൻറ്റുകൾ, ആ കമൻസിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമ്മളിത് 1000 തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കിയിരുന്നാൽ ഫോൺ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. സോ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാനാണ് വാങ്ങുന്നതെങ്കിൽ ഫോൺ ഉപയോഗിക്കുക, ഹെൽത്തിൻ്റെ വഴിക്ക് വിടുക. ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് മാക്സിമം നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. സോ iOS 18 അപ്ഡേറ്റ് ചെയ്തു, ബാറ്ററി കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആരും കരയേണ്ട ആവശ്യമില്ല. ആ കരച്ചിലൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുക. സോ ഓവറോൾ പറയുവാണെങ്കിൽ iOS 18 ഈ ഒരു ഫസ്റ്റ് അപ്ഡേറ്റ് ഒട്ടും തന്നെ മോശമല്ലാത്ത അപ്ഡേറ്റ് ആണ്. ഓൾഡർ ഡിവൈസുകൾ മുതൽ ലേറ്റസ്റ്റ് ഡിവൈസ് വരെ നോക്കുവാണെങ്കിൽ ഡിവൈസിൻ്റെ OS വൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വൈസ് ഓൾമോസ്റ്റ് സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ
ഇത് ഓൾറെഡി നമ്മൾ പല വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഒരു 7-8 വീഡിയോസ് ഓൾറെഡി ഇപ്പം നമ്മൾ ഇതിനെ ഈ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുള്ളൂ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ഇത് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി iOS 18 അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.